ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഇതൊരു കുഞ്ഞു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അധികം വെറുപ്പിക്കാനും വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ ഫാമിലിയിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. മാളിക്കുന്നുണ്ടോ ഞാൻ വീട്ടിൽ ടൈലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ജസ്റ്റ് പണിക്കാരടുത്ത് ഒന്ന് കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പം നമ്മളെ വക ഗിഫ്റ്റ് ഫാൻസി ലൈറ്റാണ് വാങ്ങിക്കണത്. ഓൾറെഡി ഗിഫ്റ്റ് ഉമ്മ ഇപ്പം വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഫാനാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അതൊക്കെ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിന് അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വെറൈറ്റി കൊടുക്കുകയെന്ന് പറയും. പാത്രം അല്ലെങ്കിൽ ഫാന് അങ്ങനത്തെ ഒന്നും വേണ്ട, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഫാൻസി ലൈറ്റ് അന്വേഷിച്ച് വന്നതാണ് കേട്ടോ. ഞങ്ങൾ ഹാങ്ങിങ് ലൈറ്റ് ആണല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫാൻസി ലൈറ്റും പിന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റുമാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഹാങ്ങിങ് ലൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അത് മാറ്റി രണ്ടും ഫാൻസി ലൈറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു. കുഞ്ഞാനും നിൽക്കുന്ന കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എത്തിയ പാടെ തന്നെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി വീടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കണ്ടതാണ്. പക്ഷെ എന്നാലും എല്ലാ പണിയും കഴിഞ്ഞ് ഫുൾ സെറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ അത് വേറൊരു ഭംഗിയല്ലേ. അങ്ങനെ ഫുള്ള് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ. അങ്ങനെ വീടൊക്കെ കണ്ട് നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞാനും ഷെഫ്ക്ക് അനുമോനും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ സൗണ്ടിന് കുറച്ച് പ്രശ്നമുള്ളൊരു ടൈമാണ്. അതുകൊണ്ടാണ് സംസാരവും സൗണ്ടും ഒക്കെ ഇങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോലെ പഴയ വീട്ടിലേക്ക് പോയി. ഇതാണല്ലോ പഴയ വീട് കേട്ടോ, അടുക്കള ഭാഗമാണിത്. അങ്ങനെ അവിടെ പോയി കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി കുറേ നേരം ഇരുന്ന് പിന്നെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. വീട് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും കഴിയുന്ന പോലെ എടുത്തിട്ടുണ്ട്. 2 റൂമാണ് ഉള്ളത്. ഇതിലൊരു റൂം മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആളുകൾ വരുന്തോറും ഗിഫ്റ്റിൻ്റെ എണ്ണവും ചെറുതായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കും. നല്ല ഇഷ്ടമുണ്ടോ ഗിഫ്റ്റ് പൊളിക്കാനും അതെന്താണെന്ന് അറിയാനൊക്കെ. പക്ഷേ നമ്മൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. ഗിഫ്റ്റൊക്കെ തിരക്ക് ഒഴിഞ്ഞ് തുറക്കുന്നതല്ലേ അതിൻ്റെ രസം. നമ്മളെ ഒരുപാട് പേര് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ നിൽക്കാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റ് തുറന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പെട്ടെന്ന് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വീട്ടിൽ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തണ്ടേന്നു. പിന്നെ ഹൗസ് വാമിങ് ആരുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷാഖാൻ്റെ മൂത്തമ്മാൻ്റെ മോൻ്റെതാണ്. അവർ ഗ്രീൻ ഷർട്ടിട്ട് നിൽക്കുന്ന ആളതാണ് കേട്ടോ വീട്. മാഷാ അല്ലാ, അവൻ്റെ വീട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഫുൾ പണിയും തീർന്നിട്ടാണ് ഓ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഞങ്ങൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കണം കേട്ടോ. ഫുൾ പണിയും കഴിഞ്ഞിട്ട് ഇരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. നടക്കുമെന്ന് അറിയില്ല, എന്നാലും നമ്മൾ ആഗ്രഹിച്ചു പോകാണ്ട് അങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അങ്ങനെ ഇതാണ് വീടിൻ്റെ പുറം ഭാഗം കേട്ടോ. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കും എൻ്റെ ഈ ഒരു വിൻഡോ വർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ നമ്മളെ ചുമരിൽ അധികം വിൻഡോസാണ് അവൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ഗ്ലാസ് കൊടുത്തിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വർക്കൊക്കെ സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് നാത്തൂൻ്റെ മോളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് വരാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോയിൽ അധികം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീട്ടിൽ വന്നതിന് ശേഷം മുഖമൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര വാഷ് ചെയ്തിട്ട് നമ്മളെ കൺമഷി ലിപ്സ്റ്റിക്കും തീരെ ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം തോന്നി. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കും കൺമഷി ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.